Hello guys, welcome back. This is from day 2 of our college trip. ഞങ്ങളന്ന് ചിക്കമംഗ്ലൂരാണ് പോയത്. രാവിലെ വന്നിട്ട് ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. കാരണം നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാ ദിവസവും. അതായിരുന്നു ഏറ്റവും വലിയൊരു കൺസേൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ജീപ്പിൽ കയറി. ഞങ്ങളിത് ട്രെക്കിങ്ങിനാണ് പോകുന്നത്. ട്രെക്കിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഓഫ് റോഡ് അഡ്വഞ്ചറൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആദ്യം ഈ കാണുന്ന സ്ഥലത്തോട്ടാണ് പോയത്. എന്താണ് സംഗതി എന്ന് ആരും പറഞ്ഞു തന്നില്ല. അതൊന്നും വായിക്കാനും അറിയാൻ മേലാത്തത് കൊണ്ട് ഞാനിങ്ങനെ അവിടെയൊക്കെ നിന്ന് കണ്ടതേ ഉള്ളൂ. കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. ഒരു വലിയ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സിപ്പ് ലൈനിങ്ങിനാണ് പോയത്. സിപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു വള്ളി തൂക്കി ഇങ്ങനെ അവർ കയറ്റി വിടും. അപ്പുറത്ത് വരെ പോകാം. പിന്നെ അവിടെ നിന്ന് അവർ തിരിച്ച് കയറ്റി വിടും. നമുക്ക് ഇപ്പുറത്ത് വരാം. അപ്പോൾ ഇവനാദ്യം കയറിപ്പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ധൈര്യമായി. അപ്പോൾ എന്തായാലും ഞാനും കയറി. ഒരാൾക്ക് 300 റുപ്പീസാണ് ചാർജ് വരുന്നത്. പക്ഷെ അത്യാവശ്യം വൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കാടിൻ്റെ മേലെ കൂടി നമ്മൾ അങ്ങ് വരെ പോയിട്ട് വരുന്നത്. പിന്നെ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് വിട്ട്. അടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം എന്നൊന്നും പറയാനൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ അവിടെ കുറച്ച് ഷോപ്പിങ്ങുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കൂടിയാണ് വെള്ളം ഒഴുകി വരും. പക്ഷേ വെള്ളം നല്ല ഫ്രഷ് വെള്ളമാണ്. അതിൽ കാലൊഴുകാൻ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ പുറയിലൂടെ ഇത്തിരി സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ നൈസായിട്ട് അവിടേക്ക് ഒന്ന് കയറി പോയി നോക്കി. അവിടെ നല്ല രസമായിരുന്നു. കുറേ മരമൊക്കെ ആയിട്ട്. ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരാണ് ഞങ്ങളുടെ കൂടെ വന്ന ഫാക്കൽറ്റി. അവരാണ് ഞങ്ങളെ നയിച്ച് അവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്തു. ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ജീപ്പിൽ കയറി അടുത്ത സ്ഥലത്തോട്ട് പോയി. അടുത്ത് ഞങ്ങൾ പോയത് അവിടെ ഒരു അമ്പലത്തിലോട്ടായിരുന്നു. പക്ഷേ അവിടെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അതിൻ്റെ മണ്ടയ്ക്കുള്ള ഒരു മലയിലോട്ട് പോയി. മലയെന്ന് പറയുമ്പോൾ അവിടെ നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ഒക്കെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റിരിക്കും. നല്ല പൊരി വെയിലത്താണ് നിൽക്കുന്നത്. പക്ഷേ ആ തണുത്ത കാറ്റുള്ളത് കൊണ്ട് എനിക്ക് ചൂട് തോന്നിയില്ല. എന്നിട്ട് ഞങ്ങൾ ആ മലയൊക്കെ കുറേ കയറി ഇറങ്ങി ടയേർഡായിട്ട് അവിടെ വന്ന് ഇരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് വണ്ടി കയറി ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് തിരിക്കുകയാണ്. അടുത്ത ദിവസം ഗോവയാണ്. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.